ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞിരുന്നു ഈ വീടൊന്ന് മുഴുവനായിട്ട് കാണിച്ചു തരുമെന്ന്. അപ്പോൾ അത് ഈ പ്രാവശ്യം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. ആദ്യം കയറി വരുന്നത് ഇതിൻ്റെ ബെല്ല് ഇവിടെ വരും. ഇത് സിറ്റ് ഔട്ടാണ്, സിറ്റ് ഔട്ടത്തെ ബോർഡ്. ഈ സിറ്റ് ഔട്ടിൽ സെൻറ്ററിലൊരു ഫാന് വരുന്നുണ്ട്. സൈഡ് കൂടെ ഒക്കെ ബീമിന് 1 വാട്ടിൻ്റെ ലൈറ്റായിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ 1.25 ലൈറ്റ് ജിപ്സ് എത്തുമ്പോൾ വരും. ഒരു ലൈറ്റ് പോയിൻ്റുണ്ട്. അവിടെ നിന്ന് വന്നിട്ട് പിന്നെ ഹാളിലെത്തിയിട്ട് ഹാളിൻ്റെ 4 ഭാഗത്തുനിന്നും 2 ലൈറ്റ് പോയിൻ്റ് വെച്ചാണ് ചെയ്തത്. അത് 1.25 ലൈറ്റാണ്. അതിനടുത്ത് തന്നെയാണ് ഇവിടെ ഒരു ഡ്രസ്സിങ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട്. അതിനടുത്ത് തന്നെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഇതിൽ വരുന്ന വാൾ ഹാങ്ങിങ് ആണ് ക്ലോസറ്റ് വരുന്നത്. വാൾ ഹാങ്ങിങ്ങിൽ ഒരു 30 സെൻറ്റ് വെച്ചിട്ട് സെൻട്രലായിട്ട് പോയിന്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഹീറ്റർ വരുന്നുണ്ട്. ഈ സൈഡിലായിട്ടൊരു ബേസിന് വരുന്നുണ്ട്. ചെറിയ ടോയ്ലറ്റ് വരുന്നത് നമ്മൾ മാക്സിമം സ്പേസ് കൊടുത്തിട്ട് ചെയ്യണം. ഇവിടെ പ്ലഗ് വെച്ചിട്ടുണ്ട്. സാധാരണ ബാത്റൂമിൽ പ്ലഗ് ഇല്ല, ഇവിടെ പ്ലഗ് വേണമെന്ന് പറഞ്ഞാൽ പ്ലഗ് ഇട്ടത്. പ്ലഗ് വരും, ഹീറ്ററിൻ്റെ സ്വിച്ച് വരും, പിന്നെ ഇതിലേക്കുള്ള ലൈറ്റും ഒരു ഔട്ടർ ഫാനും മുകളിലായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ഇവിടെ ആയിട്ട് വരും. പിന്നെ ഹാളിൽ ഇത് അപ്സ്റ്റെയർ മുകളിലത്തെ ഹാളാണ്. ഇവിടെ കുറേ ജിപ്സത്തിൻ്റെ ലൈറ്റ് ഉണ്ട്. ഇവിടെ സ്ട്രിപ്പ് ലൈറ്റ് വരുന്നില്ല. 3 വാട്ടിൻ്റെ LED ലൈറ്റ് വരുന്നത്. ഇവിടെ വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് വരാറുണ്ട് ഈ സ്റ്റെയർ കേസിൻ്റെ മുകളിലായിട്ട്. പിന്നെ ഈ സ്റ്റെയർ കേസ് കയറുമ്പം ഈ സൈഡിലായിട്ട് വേറെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ സ്റ്റെപ്പിനൊക്കെ ലൈറ്റ് വരുന്നുണ്ട്. ഈ സൈഡിലൂടെയാണ് നമ്മളിട്ട് ഈ സൈഡിലേക്ക് ഫ്രണ്ടിലേക്ക് അടിച്ചാണ് പ്രൊഫൈൽ ലൈറ്റ്. ഇത് സൈഡ് കാണിട്ടത് കാരണം മുകളൊന്നും അടിയിൽ വരുന്നുണ്ട്. ഇതിൽ എല്ലാ സൈഡിലും വയറ് കൊണ്ടുപോയിട്ടിട്ടുണ്ട്. ഇതൊക്കെ ഇതിലേക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ എല്ലാ വയറും സ്റ്റെപ്പിൻ്റെ അടിയിലാണ് നമ്മൾ കൂട്ടാൻ വിചാരിച്ചത്. സ്റ്റെപ്പിൻ്റെ പ്രൊഫൈലിൻ്റെ വയറാണ് ഈ കാണുന്നത്. അതിൻ്റെ അടുത്ത് തന്നെ ഇൻവെർട്ടിൻ്റെ പോയിന്റ് വരുന്നുണ്ട്. അതിനടുത്ത് തന്നെയാണ് ക്യാമറയുടെ പോയിന്റ് വരുന്നത്. ക്യാമറ കൂടെ വെച്ച് നമ്മൾ DVR ചെയ്യാം വിചാരിച്ചിട്ട് അതിൻ്റെ പ്ലഗാണ് മുകളിൽ. ഞാൻ ചെയ്യുമ്പോൾ അതിന് ചെറിയ ലൈറ്റ് പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ മുകളിലായിട്ട്. താഴത്തെ ഫസ്റ്റത്തെ റൂമാണ്. ഇവിടെ ഇൻറ്റീരിയൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആദ്യം കയറി ചെല്ലുമ്പോൾ ഒരു പ്ലഗ് ഉണ്ടാവും. അതിന് താഴെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ പ്ലഗ് ബോർഡിൻ്റെ ചുവട്ടിൽ തന്നെ ഫുട് ലാമ്പ് വെക്കാറുണ്ട്. പിന്നെ ഇവിടെ ടോയ്ലറ്റിൻ്റെ സ്വിച്ച് വരുന്നുണ്ട് ഇതിനടുത്ത്. പിന്നെ അവിടെ ഒരു 8MD 4MD വെച്ചിട്ടുണ്ട്. അതിൽ AC സ്വിച്ച്, 2-way സ്വിച്ച്, റൂമത്തെ ലൈറ്റുകൾ, ബെഡ് സ്വിച്ച്. ഈ റൂമിലും മുകളത്തെ പോലെ തന്നെ 4 ലൈറ്റാണ് വെച്ചിട്ടുള്ളത്. ഒരു ഫാന് സെൻട്രലായിട്ട്. പിന്നെ അതിനടുത്ത് തന്നെ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമുണ്ട്. അത് കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് മുകളിലെ പോലെ തന്നെ ഒക്കെ വാൾ ഹാങ്ങിങ് ക്ലോസറ്റാണ് വരുന്നത്. ഇത് താഴത്തെ ഹാളാണ്. ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ വരുന്നതും ഫ്രണ്ട് ബീമിന് നേരെ 1 വാട്ട് പോയിൻ്റാണ് ഇട്ട് വെച്ചത്. 1 വാട്ട് 5 ലൈറ്റ് 1 വാട്ട് വരുന്നുണ്ട്. പിന്നെ ജിപ്സം ചെയ്തതിന് അവിടെ ഒരു 1.25 ലൈറ്റ് എണ്ണ വരും സൈഡ് കൂടെ. പിന്നെ നടുവിലൊരു ഫാനും സെൻട്രലായിട്ട്. ചുമരുമ്മൽ ഒരു പോയിൻ്റാണ് ലൈറ്റിനിട്ട്. ഇവിടെ പിന്നെ കുറേ
1 വാട്ട് ലൈറ്റ് ഉണ്ട്. ഈ കാണുന്നൊക്കെ 1 വാട്ട് ലൈറ്റാണ്. 1 വാട്ട് ഉണ്ട്, സൈഡിൽ കൂടെ 3 വാട്ട് ഉണ്ട്. ഇവിടെ ഒരു ഹാങ്ങിങ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഇതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് പ്രൊഫൈൽ വരുന്നുണ്ട്. ഈ സൈഡിൽ 4 പ്രൊഫൈൽ വരുന്നുണ്ട്. ഈ ഉള്ളിൽ സ്ട്രിപ്പ് വരും കോവിലൈറ്റ്. ഇത് പിന്നെ ഹാളിൽ വരുന്നൊരു ബേസിനാണ്. അതിന് ചാരി തന്നെ നിസ്കാര റൂമാണ് വരുന്നത്. ഇതാണ് നിസ്കാര റൂം. ഇത് ഹാളിന് ചാരിലെ മറ്റൊരു റൂമാണ്. ഇതിന് ഒരു ബെഡ് സ്വിച്ചും പിന്നെ ഫസ്റ്റത്തെ ഒരു ബോർഡും വരും. ഇതിനും ജിപ്സം ചെയ്യുന്നുണ്ട്, സീലിംഗ് ഉണ്ട്. അതിന് 4 ലൈറ്റ് വരുന്നുണ്ട്. എൽ ഷേപ്പിലുള്ള 2 പ്രൊഫൈൽ വരുന്നുണ്ട്. മിററിൻ്റെ ബോർഡാണിത്. പിന്നെ അതിനടുത്ത് കിച്ചണ് വരുന്നുണ്ട്. കിച്ചൺ ഇപ്പോൾ സിങ്കിൻ്റെ ടൈപ്പൊന്നും വെച്ചിട്ടില്ല, അതൊക്കെ വെക്കാനുള്ളതാണ്. ഇതിന് ചുടുവെള്ളവും പച്ചവെള്ളവും മോട്ടറിൽ നിന്ന് വരുന്ന വെള്ളവും അതുണ്ട്. ഇവിടെ ഓവനാണ് വെട്ടിയിട്ട്, ഓവൻ്റെ വർക്ക് നടന്നുകൊണ്ട്. വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ കിണറിൽ മഴക്കാലമായാൽ വെള്ളം പൊന്തും. അപ്പോൾ പൊന്തി കഴിഞ്ഞാൽ നമ്മളെ ഈ ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്ക്, എല്ലാ ടാങ്കിലും വെള്ളം നിറയും, മുറ്റാകെ വെള്ളം. അപ്പോൾ അതിനിപ്പോൾ കണ്ടൊരു മാർഗം എന്ന് വെച്ചാൽ ഈ കിണറിൻ്റെ അടുപ്പിച്ചൊരു 4 ഇഞ്ച് പൈപ്പ് കിണറിനെ തുടച്ചിട്ട് ഇതിലങ്ങനെ പുറത്തേക്ക് ഇട്ടിട്ട് ചാല് കീറിയിടും. ചാല് കീറിയിട്ടിട്ട് നേരെ അവിടെ ഒരു ചോലുണ്ട്, അതിൽ കൊണ്ടുപോയിടാനാണ് ഇപ്പം പ്ലാൻ ചെയ്തത്. അതാണ് ഇവിടുത്തെ ഭയങ്കരമായൊരു പ്രശ്നം. ബാക്കിയെല്ലാം ക്ലിയറാണ്.